ഓടുന്ന ട്രെയിനിനിടയിൽപ്പെട്ട ചായ കച്ചവടക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഫുട് പാത്തിനും റെയിൽ ട്രാക്കിനും ഇടയിലുള്ള ഭാഗത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഇരിക്കൂർ സ്വദേശിയായ ഷറഫുദ്ദീനാണ് ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ കാണാം. ഫെലിക്സ് ഉണ്ട് നമുക്കിപ്പം. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. എന്തൊരു രക്ഷപ്പെടൽ! നമുക്ക് എൻ്റെ അമ്മയെന്നൊക്കെ വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഷറഫുദ്ദീൻ ജീവിതത്തിലേക്ക് തിരിച്ചു കയറി രക്ഷപ്പെട്ട് വന്നു എന്ന് പറയാം അല്ലേ ഫെലിക്സെ? തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഇതൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് ഒരൊറ്റ നിമിഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. അവിടെ നിന്നും, അതായത് വീണ സ്ഥലത്തു നിന്നും പെട്ടെന്ന് എണീറ്റ് വരിക എന്നുള്ളത്. സാധാരണ നമ്മൾ ഈ ട്രാക്കിലേക്കൊക്കെ വീഴുന്ന സമയത്ത് ചിലർ അവിടെ കിടക്കുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ ചെറിയ പരിക്കുകളൊക്കെ സംഭവിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. കാരണം വളരെ പെട്ടെന്ന് വീണ സമയത്ത് തന്നെ അവിടെ നിന്നും എണീറ്റ് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത്ഭുതകരമായി രക്ഷപ്പെടാനും കഴിഞ്ഞത്. അതായത് ഇദ്ദേഹം കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഈ ട്രെയിനിൽ ധാരാളം റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഈ ചായ കച്ചവടക്കാരൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ചായ കച്ചവടം നടന്ന സമയത്ത് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് സമീപത്തുള്ള ടൈൽസിന് അപ്പുറത്ത് നമുക്കറിയാം ഒരു ഇൻ്റർലോക്ക് ഉണ്ട്. ആ ഇൻ്റർലോക്ക് പൊട്ടിയിട്ടാണ് അദ്ദേഹം വീഴുന്നത്. അപ്പോൾ ഇൻ്റർലോക്ക് പൊട്ടിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം താഴേക്ക് വീടില്ലായിരുന്നു. അപ്പോൾ റെയിൽവേയുടെ കൂടി ഒരു വീഴ്ച നമുക്കതിൽ കാണാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ആ ഇൻ്റർലോക്ക് പൊട്ടിയില്ലായിരുന്നെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. ആ ഇൻ്റർലോക്ക് പൊട്ടിയതുകൂടി ഇദ്ദേഹം താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. ചായപാത്രത്തോടെ താഴേക്ക് വീണു. ചായപാത്രം താഴെ പോയെങ്കിലും ഇദ്ദേഹം വളരെ പെട്ടെന്ന്, ചിലർ പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ കിടന്നു എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇദ്ദേഹം വളരെ പെട്ടെന്ന് എണീറ്റ് വരാം എന്ന് തോന്നി. അങ്ങനെ വളരെ പെട്ടെന്ന്, കാരണം ഈ ട്രെയിനിലേക്ക് സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ ട്രെയിനിലേക്ക് കയറുന്ന സ്റ്റെപ്പ് വന്നാൽ ദേഹത്ത് തട്ടും. അപ്പോൾ അതിനു മുമ്പ് തന്നെ വളരെ വേഗം ഇവിടെ നിന്നും അദ്ദേഹം മുകളിലേക്ക് ചാടി കയറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലാണ്. ആ തോന്നൽ തന്നെയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ജീവൻ തിരിച്ചു കിട്ടി. അത് വലിയ ആശ്വാസം തന്നെയാണ്. മാത്രമല്ല, ഈ ചായ കച്ചവടം ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടത്തുന്നവർ കുറച്ച് സാഹസികമായി ചെയ്യേണ്ട ഒരു ജോലി കൂടിയായി മാറുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം നാളെ അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ ഇന്റർലോക്ക് പൊട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് താഴേക്ക് വീഴേണ്ടി വന്നത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നു ഷറഫുദ്ദീൻ എന്ന മനുഷ്യൻ.